നമസ്കാരം. കേരളത്തിലെ ഇന്നത്തെ വിപണി വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. സാധാരണക്കാരെയും കർഷകരെയും ഒരുപോലെ ബാധിക്കുന്ന വിലനിലവാരത്തിലെ മാറ്റങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇന്നത്തെ ദിവസം സ്വർണ്ണവിലയിലും ഇന്ധനവിലയിലും അതുപോലെ തന്നെ നമ്മുടെ പ്രധാന നാണ്യവിളകളായ റബ്ബർ, കുരുമുളക്, അടയ്ക്ക എന്നിവയുടെ വിപണിയിലും എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ വീഡിയോ കർഷകർക്കും വീട്ടമ്മമാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ടുതന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി സ്വർണ്ണവിലയിലേക്ക് നോക്കാം. ഇന്ന് സ്വർണ്ണവിപണിയിൽ ചെറിയ മാറ്റങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും വിപണി ഇപ്പോഴും ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് തുടരുന്നത്. കിലോയ്ക്ക് ഏകദേശം 3,10,000 രൂപ എന്ന നിലയിലാണ് വെള്ളിയുടെ വില. സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ നേരിട്ട് ബാധിക്കുന്ന പാചകവാതകത്തിന്റെ കാര്യമെടുത്താൽ ഇന്ന് ഗാർഹിക LPG സിലിണ്ടറിന് 14.2 കിലോഗ്രാം 922 രൂപയാണ് തിരുവനന്തപുരത്തെ വില. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയിൽ ഈ മാസം വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പെട്രോൾ, ഡീസൽ വിലയിൽ ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ സ്ഥിരത തുടർന്നുവരുന്നു. പെട്രോൾ ലിറ്ററിന് 103.54 രൂപയും ഡീസൽ 90.03 രൂപയുമാണ് നിലവിലെ നിരക്ക്. കർഷകരെ സംബന്ധിച്ചിടത്തോളം റബ്ബർ, കുരുമുളക്, അടയ്ക്ക എന്നിവയുടെ വിലയിൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. കുരുമുളക് വിപണിയിൽ ഇന്ന് ഡിമാൻഡ് വർദ്ധിച്ചതോടെ വില മെച്ചപ്പെട്ട നിലയിലാണ്. റബ്ബർ വില അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് നേരിയ മാറ്റങ്ങളോടെ തുടരുന്നു. കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും കാര്യമെടുത്താൽ വേനൽ കടുക്കുന്നതോടെ നാളികേര ഉൽപ്പാദനത്തിലുണ്ടായ കുറവ് വിപണിയിൽ വില ഉയരാൻ കാരണമായിട്ടുണ്ട്. അടയ്ക്കയുടെ അരേക്കാനട്ട് കാര്യത്തിൽ വടക്കൻ കേരളത്തിലെ വിപണികളിൽ ശരാശരി 430 രൂപ മുതൽ 480 രൂപ വരെ കിലോയ്ക്ക് ലഭിക്കുന്നുണ്ട്. വിപണിയിലെ ഈ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്രം നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോ ദിവസത്തെയും കൃത്യമായ വിപണി വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. നിങ്ങളെപ്പോലുള്ളവരുടെ പിന്തുണയാണ് ഈ ചാനലിന്റെ കരുത്ത്. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വിപണിയിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ